പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും CPM ഒക്കെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം EP ജയരാജൻ അടക്കമുള്ള അവർ പങ്കെടുത്ത വലിയ ഒരു റാലിയിൽ വെല്ലുവിളിക്കുന്ന പ്രസംഗവും നമ്മൾ കേട്ടു. എന്നാൽ ഇന്ന് കോൺഗ്രസ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഒരു ദൃശ്യം പുറത്തുവിട്ടു. പോലീസുകാരൻ ഒരു സ്ഫോടക വസ്തു കയ്യിൽ പിടിച്ച് എറിയാൻ നിൽക്കുന്നതിന്റെയും അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസുകാരൻ അപ്പുറത്ത് ഷാഫി ഉണ്ട്, MP ഉണ്ട് എന്ന് പറയുന്നതിന്റെ ശബ്ദരേഖയും. ഇതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? CPM-ന്റെ ആ വ്യാജ ആരോപണം മുഴുവൻ പൊളിഞ്ഞു വീഴുകയല്ലേ? തീർച്ചയായിട്ടും വലിയ വിധത്തിൽ ഷാഫി പറമ്പിലിനെ അടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മൂക്കിന് ശസ്ത്രക്രിയ നടത്തി. അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ വലിയ ചർച്ചകൾ കേരളത്തിൽ വന്നു. അതിൽ പ്രതിക്കൂട്ടിലായി എന്ന് കരുതിയിരുന്നിടത്താണ് CPM എന്ത് ചെയ്തത്? അവർക്കൊരു വീണ് കിട്ടിയ നിധി പോലെ ഒരു സ്ഫോടക വസ്തു വന്ന് പോലീസിന് നേരെ വീഴുന്ന ഒരു വീഡിയോ ദൃശ്യം അവർ പുറത്തുവിട്ടത്. കൈരളി പുറത്തുള്ള വലിയ ആഘോഷമാക്കി മാറ്റി. അപ്പൊ പിന്നീട് അതായിരുന്നു ന്യായീകരണം. കണ്ടില്ലേ, ഇവർ ഭയങ്കര തീവ്രവാദികളാണ്, ഇവർ ഗുണ്ടകളാണ് എന്നൊക്കെ പറയുകയും അത് കൈരളി പുറത്തുവിടുന്നവരെ പോലീസിന് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കേരളത്തിലെ പോലീസ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. കൈരളി പുറത്തുവിട്ട് DYFI പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കേരളത്തിലെ പോലീസ് അതും തങ്ങൾക്ക് നേരെ എങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും കുറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. എന്തിനാണ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അത് എറിയുന്ന ദൃശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഇന്ന് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ പുറത്തുവിട്ട വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവിടെ റൂറൽ SP ബൈജു പറഞ്ഞ കാര്യം എന്താണ്? അവിടെ ഈ പറയുന്നത് പോലെ ലാത്തി ചാർജിന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടില്ല, കമാൻഡ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ലാത്തി ചാർജ് നടന്നു? ലാത്തി ചാർജിന് കമാൻഡ് കൊടുക്കാത്ത ഒരു സ്ഥലത്ത് ഈ പറയുന്നത് പോലെ കയ്യിൽ ഈ ടിയർ ഗ്യാസും വെച്ച് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുകയാണ്. അത് ടിയർ ഗ്യാസ് ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് വേറെ കാര്യം. ആ ടിയർ ഗ്യാസും വെച്ച് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഷാഫി പറമ്പിൽ MP ഉണ്ട് എന്ന തരത്തിൽ പതിഞ്ഞ സംസാരവും നമുക്കത് കൃത്യമായി കേൾക്കാം. അപ്പൊ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ വന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ അതോടുകൂടി തന്നെ കേരളത്തിനകത്ത് ഇവർ പറഞ്ഞുണ്ടാക്കിയ വലിയ നുണ ചീട്ടുകൊട്ടാരം പോലെ പൊളിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അവർ പറഞ്ഞത് എന്താ? യൂത്ത് കോൺഗ്രസ്സുകാർ എറിഞ്ഞു. ഞാനൊരു കാഴ്ച കണ്ടിരുന്നു ഈ അടുത്ത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരത്തിന് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് സമരം നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പോലീസുകാർ ടിയർ ഗ്യാസ് എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു. അപ്പൊ അതിങ്ങനെ പൊട്ടിയില്ല. ഇങ്ങനെ ഞാൻ അത് കണ്ടോണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പുകയുന്നുണ്ട്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് മൂക്ക് പൊത്തിക്കൊണ്ട് അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാവ് നേരെ അത് എടുത്ത് പോയിട്ട് പോലീസുകാർക്കിടയിലേക്ക് അവിടെ നിന്ന് പൊട്ടി പോലീസുകാരുടെ കണ്ണിലും മൂക്കിലും ഒക്കെ ഇത് പോയിട്ട് പരക്കം പായുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മാർച്ച് അവസാനിച്ചതിന് ശേഷവും ഞാൻ ആ പോലീസുകാരുടെ അടുത്ത് പോയി. അപ്പൊ ഈ പോലീസുകാരുടെ മൂക്കിലും കണ്ണിലൊക്കെ ഇത് പോയിട്ട് ഭയങ്കര നീറലാണ്. ഇവർ പറയുന്നുണ്ട് ആ പകയം ചെയ്തത് വല്ലാത്ത ചെയ്തായി പോയി. അതുപോലെ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്ന ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. കാരണം പോലീസിന്റെ കയ്യിൽ നിന്ന് വന്ന ഈ സാധനം പൊട്ടിയത് എങ്ങനെയാണ്? അത് പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് പുറത്തേക്ക് പോയത്. പോലീസാണ് കൊണ്ടുവന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അവിടെ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തു കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഇപ്പൊ എന്നിട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം CPM മിണ്ടിയിട്ടില്ല. DYFIയും CPM ഉൾപ്പെടെയുള്ള ആളുകൾ എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ ഇത് കൊണ്ടുവരികയും പേരാമ്പ്രയിൽ വന്ന UDFകാർ തീർത്ത് എന്താണ് വലിയ വില്ലന്മാരും ഗുണ്ടകളും ക്രിമിനലുകളുമാണ് എന്ന് തെളിയിക്കാനാണ് ഇവർ ഇത്തരത്തിലൊരു കാര്യം പുറത്തുവിട്ടത്. അത് അവർക്ക് തന്നെ പണിയാവുന്ന രീതിയിലേക്ക്. പണ്ട് പറയല്ലോ, ഏതോ ഒരു തോക്കെടുത്ത് വെച്ചപ്പോ അവനവന്റെ സ്ഥലത്ത് തന്നെ കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ ഈ ദൃശ്യം പുറത്തുവിട്ടതിലൂടെ എന്താണ് CPM-ന് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിലെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ, സൈബർ ആളുകളെ പറ്റി അല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത ആളുകൾക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചതിന് ശേഷം CPM-മായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഷാഫി പറമ്പലിനെതിരെ വലിയ നീരസം നിൽക്കുന്നുണ്ട്, പക നിൽക്കുന്നുണ്ട്, ഭയം നിൽക്കുന്നുണ്ട്. നോക്കൂ ഇതിനെ ഒരു കാര്യം കൂടി പറയാം. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രനോ K മുരളീധരനോ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷം അവിടെ നടക്കില്ലായിരുന്നു. ഉറപ്പാ. കാരണം അവരുടെ ശത്രു അവരല്ല, അവരുടെ ശത്രു ഷാഫി പറമ്പിലാണ്. ഷാഫി വടകര MP ആയതിനു ശേഷം CPM ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഷാഫിയെ ഭയപ്പെടേണ്ട കാര്യം? ജാഫി ജയിച്ചല്ലോ, എന്തായാലും ജയിച്ചു, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഭയപ്പെടാനുണ്ട്. കാരണം അടുത്തത് നടക്കാൻ പോകുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷനാണ്. അപ്പൊ ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ ഇപ്പൊ വടകര മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. KK രമ MLA ഉണ്ട്. ബാക്കി ഒരു മണ്ഡലത്തിലും UDF ഇല്ല. പക്ഷെ അത് മറിക്കും, അത് മാറ്റിമറിച്ച് അവിടെ UDFനും കോൺഗ്രസിനും MLA മാരുണ്ടാകും എന്ന് ഷാഫി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പണി ഷാഫി അവിടെ എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ?
കാര്യം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് ഷാഫി പറമ്പിൽ MP ആയി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള പലവിധ സംഘടനകളൊക്കെ പിന്നെ ചേർന്നുകൊണ്ട് വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പൊ ലൈഫ് മിഷനിൽ വീട് കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുന്ന ആളുകളുണ്ട്. ഇതുവരെ വീട് കിട്ടിയോ? ഇപ്പം പുതിയ വീട് നിങ്ങൾക്ക് ഇപ്പൊ തരും, നാളെ തരും, മറ്റന്നാൾ തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫണ്ടില്ല. യാഥാർത്ഥത്തിൽ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല. പക്ഷെ സാധാരണ ജനങ്ങൾ ഇത് അറിയുന്നില്ല. അവരെ പറ്റിക്കാണ്. അവരോട് ഇപ്പൊ ഒരു മെമ്പർ പറയാണ് ലൈഫിൽ ഇപ്പൊ അടുത്ത് വീട് വരും കേട്ടോ. അപ്പം അവരെന്താ വിചാരിക്കാം, മെമ്പറല്ലേ പറഞ്ഞത്, അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്, ഇനി അതും പോട്ടെ MLA അല്ലേ എന്ന് പറയുന്നത്. അപ്പൊ അവരത് വിശ്വസിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് കണക്ക് വെച്ച് നമുക്ക് വിവരാവകാശ പ്രകാരം നമുക്ക് കണക്ക് കിട്ടുമ്പോൾ കേരളം വലിയ കടക്കണിയിലാണെന്നും ലൈഫിനൊന്നും ഫണ്ട് അനുവദിക്കാനില്ലെന്നും ഇപ്പൊ തന്നെ അനുവദിച്ച ഫണ്ടുകൾ ഈ ലൈഫ് മിഷൻ പൂർത്തിയാക്കി നിൽക്കുകയാണ്. പിന്നീട് ലൈഫ് മിഷന്റെ വേറൊരു ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് വീടില്ലാത്ത ഒട്ടനവധി ആളുകൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീടുണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ ഷാഫി കൃത്യമായി ഇറങ്ങുന്നു, അവിടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നു, പല സ്ഥലങ്ങളിലും വന്ന് അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ സംസാരിക്കുന്നു. അവിടെയൊക്കെ CPM ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോ പ്രാഥമികമായി ഒരു സൗകര്യവുമില്ലാത്ത പല കോളനികളിൽ പോലും ഷാഫി എത്തുന്നു. ഇതുവരെ അവിടെ എന്താണ് കോൺഗ്രസിന് ഒരു പിന്നെ ആക്സസ് ഇല്ലായിരുന്നു. ആ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഷാഫി ചെന്നെത്തുന്നുണ്ട്. അത് ആര് ഭയപ്പെടുത്തുന്നുണ്ട്? CPM ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഷാഫി പറമ്പിലിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി, ഒരു ജനപ്രീതി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി CPM എടുത്ത പണിയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പേരാമ്പ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്ന പല ആളുകളുമുണ്ട്. അതിപ്പം CPM-നകത്തായാലും മറ്റേ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പൊ കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാധിക്കുക CPM-നെ ചെറുതല്ലാത്ത രീതിയിലാണ് ബാധിക്കുക. കാരണം CPM-ന്റെ പൊന്നാപുരം കോട്ടകളാണ്, ഒരു സംശയമില്ല. ഇപ്പം നാദാപുരം മണ്ഡലം ഉൾപ്പെടെ കുറ്റ്യാടി മണ്ഡലത്തിൽ കഴിഞ്ഞ പാറക്കൽ അബ്ദുള്ള ചെറിയ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. ഇത്തവണ അത് വലിയ നിലയ്ക്ക് തിരിച്ചുപിടിക്കാൻ UDF തിരിച്ചുപിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഈ പറയുന്ന പോലെ കുറ്റ്യാടി എന്ന് പറയുന്നത്. കൊയിലാണ്ടിയും പേരാമ്പ്രയിലും കോട്ടകൾ ഇളകും എന്ന തലത്തിലാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പം ആ രീതിയിൽ ഇപ്പൊ വടകര ഓൾറെഡി ഇപ്പൊ വടകരയിൽ KK രമ അത്രയ്ക്ക് ജനപ്രീതി സമ്പാദിച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ KK രമ പിന്നെ നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ വോട്ട്, ഇപ്പം RMB-യുടെ വോട്ടും മുസ്ലിം ലീഗിന്റെ വോട്ടും UDF-ന്റെ കോൺഗ്രസിന്റെ വോട്ടും ചേരുമ്പോൾ ഒപ്പം നിഷ്പക്ഷരുടെ വോട്ടും കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും അപ്പം എന്തായാലും അവിടെ KK രമ വിജയിച്ചു വരും. കാരണം കഴിഞ്ഞ തവണ തന്നെ ആ ഒരു CPM-ന്റെ പീക്ക് ലെവൽ അങ്ങനെ ഒരു സമയമായിരുന്നല്ലോ കഴിഞ്ഞ തവണ. അതായത് ഈ കൊറോണ വരുന്നു, ആ സാഹചര്യത്തിൽ പിന്നെ അടുത്തൊരു ഗവൺമെന്റ് മാറി വന്നാൽ വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് ആരെ തുണച്ചത്? LDF-നെ തുണച്ചത്. അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പക്ഷെ അത് KK ശൈലജ ടീച്ചറെ മുന്നിൽ നിർത്തിയുള്ള കളി അത് ഏറ്റവും വലിയ കാര്യമാണ്. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാണെന്ന് കരുതി CPM-ന് വോട്ട് ചെയ്ത വലിയ വിഭാഗം. അവര് മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ആരോഗ്യമന്ത്രിയായി അവർ നിലനിൽക്കണം എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത ഒരു പറ്റം ആളുകളുണ്ട്. അവരെയൊക്കെ എന്താണ് മണ്ടക്കടിക്കുന്ന പണിയാണ് CPM പിന്നീട് കാണിച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് CPM സൈബർ സഖാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ പിന്നെ പാർട്ടി നേതൃത്വത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പിന്നെ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി, വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി വലിയ പരാജയമാണ് എന്ന് എണ്ണി ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാജയപ്പെട്ട മന്ത്രിമാരുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഒന്നാം CPM-ന്റെ സർക്കാരിനെയും രണ്ടാമത്തെ സർക്കാരിനെയും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ തരത്തിൽ ഈ ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് UDF-ന്റെ വിജയമുണ്ടാകും എന്ന് കരുതുന്നിടത്താണ് ഷാഫിയെയും KK രമയെയും അതുപോലെ തന്നെ പുതിയ നേതൃത്വത്തെയും ഒക്കെ ഇവർ ഭയക്കുന്നത്. ഷാഫിയുടെ വരവ് വടകരയിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഒന്നടക്കം അതിന് പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് ആര് കരുതുന്നത്? ഈ പറയുന്ന പോലെ CPM കരുതുന്നത്. അതിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് വളരെ വലുതാണ്. നല്ല കൃത്യമായ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കള്ളപ്രചാരണങ്ങൾ അടിച്ചിറക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ആ കള്ളപ്രചാരണങ്ങൾ, ഷാഫിക്കെതിരെ അടിച്ചിറക്കിയ കള്ളപ്രചാരണങ്ങൾ വലിയ രീതിയിൽ പൊളിഞ്ഞു എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അത് പേരാമ്പ്ര മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ CPM-നകത്ത് ചില പ്രശ്നങ്ങൾ, വിഭാഗീയതയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ ഷാഫി ആക്രമിച്ചാൽ പാർത്ഥം പറഞ്ഞതുപോലെ ഷാഫി ഒരു ക്രൗഡ് പുള്ളറായി മാറിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം മാറ്റിവെച്ചും ഷാഫിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നിഷ്പക്ഷമായ ആളുകൾ, CPM-നകത്തെ ആളുകൾ പോലും ഷാഫിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഷാഫിക്ക് അനുകൂലമായ ഒരു വിധിയെടുത്ത് ചിലപ്പോൾ ഈ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി,
വടകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPM ഭയപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഷാഫിയെ ഇവർ ആക്രമിച്ചു. ഷാഫിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം നടന്നു. ഷാഫിയെ ഇകഴ്ത്തിക്കാട്ടാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ സൈബർ പോരാളികൾ പോയി. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം CPM-നെ വീണ്ടും തിരിച്ചടിക്കുകയാണ്. അവർ ഷാഫിയെ ആക്രമിക്കും തോറും CPM-നോടുള്ള വെറുപ്പ് നിഷ്പക്ഷരായ ആളുകൾക്കടക്കം വർദ്ധിച്ചു വരുന്നു. പാർട്ടി അണികൾക്ക് പോലും ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന സൈബർ ഇടങ്ങളിൽ ഷാഫിയെ വട്ടം വിട്ട് കൊത്തി വലിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അത് വലിയ തിരിച്ചടി ഉണ്ടാകും. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോൾ ജീവിച്ചിരിക്കുന്ന TP ചന്ദ്രശേഖരനേക്കാൾ CPM ഇപ്പോൾ ഭയക്കുന്നത് കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖർ. അതേ ഒരു അവസ്ഥയിലേക്കാണ് ഷാഫി പറമ്പിലിന്റെ കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഷാഫി പറമ്പിലിനെ അവർ ആക്രമിക്കും തോറും ഷാഫി പറമ്പിലിന്റെ വീര്യം കൂടി വരുന്നു. ഷാഫി അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും.